നമസ്കാരം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ബഷീർ, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, തൃക്കാക്കര മുനിസിപ്പൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, എറണാകുളം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന മുട്ടിൻ്റെ അകത്തുള്ള ഒരു ലിഗമെൻറ്റ് ACL എന്ന് പറയുന്ന ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറി ഓഫ് ദ നീനെ കുറിച്ചാണ്. ലിഗമെൻറ്റ് ഇഞ്ചുറി ഓഫ് നീ യൂഷ്വലി സംഭവിക്കുന്നത് ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറി. അത് ചിലപ്പോൾ ആക്സിഡൻറ്റ്സ്, മോസ്റ്റ് കോമൺലി നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് കോൺടാക്ട് സ്പോർട്സിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നിങ്ങനെ കോൺടാക്ട് സ്പോർട്സിൽ ആണ് അങ്ങനെ ഒരു ഇഞ്ചുറി സംഭവിക്കാറ്. പേഷ്യൻ്റ് നമ്മളടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് പെയിൻ ഇൻ നീ, സ്വെല്ലിംഗ് ഇൻ നീ, സ്വെല്ലിംഗ് ചിലപ്പോൾ ഉടനെ തന്നെ അപ്പോൾ തന്നെ ഉണ്ടാവണം എന്നില്ല, ഇച്ചിരി കഴിഞ്ഞ് ആയിരിക്കാം പെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മുട്ടിൻ്റെ അകത്ത് നീരും മുട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ടും ചിലപ്പോൾ ഇൻസ്റ്റബിലിറ്റി, പേഷ്യൻ്റ് വരുമ്പോൾ നമ്മളോട് പ്രസൻറ്റ് ചെയ്യാം നടക്കുമ്പോൾ മുട്ടിങ്ങനെ തെന്നി മാറിപ്പോകുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ ക്ലിനിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മുട്ടിൻ്റെ അകത്ത് ചെറിയ ലാക്സിറ്റി പോലെ ഫീൽ ചെയ്യാം. അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ എക്സാമിൻ ചെയ്തതിന് ശേഷം ഇനീഷ്യലി എക്സ്റേസിൽ ആക്ച്വലി നമ്മൾ ലിഗമെൻറ്റ് ഇഞ്ചുറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലിഗമെൻറ്റ് നമ്മൾ കാണാറില്ല, പക്ഷേ അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബോൺസിലോ അല്ലെങ്കിൽ അലൈൻമെൻറ്റിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേസ് എടുക്കുന്നത്. ലിഗമെൻറ്റ് ഇഞ്ചുറി ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അത് കൺഫേം ചെയ്യണമെങ്കിൽ അതിനുള്ള ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി ഈസ് MRI ഓഫ് ദ നീ. MRI നീ എടുക്കുമ്പോൾ അതിൽ നമുക്ക് ആ ACL എന്ന് പറയുന്ന വള്ളി അത് പൊട്ടിയിട്ടുണ്ടോ, അത് എത്രമാത്രം പൊട്ടിയിട്ടുണ്ട്, അതൊരു പാർഷ്യലി അല്ലെങ്കിൽ അതൊരു ഫുള്ളി ടോൺ ആണോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാവാം. ഡിപ്പെൻഡിങ് അപ്പോൺ അതിൻ്റെ ഒരു ഗ്രേഡ് ഓഫ് ടെയർ അതനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വൺസ് ACL ലിഗമെൻറ്റ് ഇഞ്ചുറി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് എ മൈൽഡ് ഇഞ്ചുറി, ചെറിയൊരു ഇഞ്ചുറിയാണ്, ചെറിയ സ്പ്രെയിൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനീഷ്യലി റെസ്റ്റ്, ഐസിങ്, മെഡിക്കേഷൻസ്, ഇമ്മൊബിലൈസ് ചെയ്യാൻ അനക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും കുറച്ച് ദിവസം, ഫോളോഡ് ബൈ ചെറിയ രീതിയിലുള്ള ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ് എക്സസൈസസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളതിങ്ങനെ മെല്ലെ വെയിറ്റ് ബെയറിങ് ആൻഡ് ദെൻ സ്ലോലി ടു ഗെയിം പോവാം. കംപ്ലീറ്റ് ടയറുള്ള ACL ലിഗമെൻറ്റ്സ് ഉള്ള പേഷ്യൻസിന് നമ്മൾ യൂഷ്വലി സർജറി ചെയ്യേണ്ടി വരാറുണ്ട്. കീ ഹോൾ സർജറിയായ ആർത്രോസ്കോപ്പി വഴിയാണ് നമ്മൾ ACL ലിഗമെൻറ്റ് റിക്കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. ചെറിയ 2 to 3 ഹോൾസ് ഇൻ ദ നീ വെച്ചിട്ടാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. ACL ലിഗമെൻറ്റ് സർജറിയുടെ മുന്നേ നമ്മൾ പേഷ്യൻറ്റിനെ മനസ്സിലാക്കി കൊടുക്കുന്നത് ഇത് സർജറിയോടെ മാത്രമല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി സംഭവിക്കുന്നത്. സർജറി ഈസ് 50% ആൻഡ് ബാക്കി 50% ഇസ് ദാറ്റ് പോസ്റ്റ് ഓഫ് ഫിസിയോതെറാപ്പി ആൻഡ് പോസ്റ്റ് ഓഫ് എക്സസൈസസ്. അത് ഒരു സീരീസ് ഓഫ് എക്സസൈസസ് ഉണ്ട്. നമ്മളൊരു 6 to 9 months അങ്ങനെ എക്സസൈസസ് ഫോളോ ചെയ്യണം. അതൊരു ഗ്രേഡഡ് എക്സസൈസസ് ആണ്. നമ്മൾ ഇനീഷ്യലി ഒരു 2 weeks അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ 1 month സ്ലോലി അത് അപ്ഗ്രേഡ് ചെയ്ത് ഒരു 2 to 3 months ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മളൊരു സ്ട്രെങ്തനിങ് എന്നുള്ള രീതിയിൽ ജിമ്മിങ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് വിത്ത് വെയ്റ്റ് ട്രെയിനിങ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അതൊരു ഗ്രേഡഡ് ആയിട്ട് സ്ലോലി വാക്കിംഗ്, ഫാസ്റ്റ് വാക്കിംഗ്, ജോഗിങ്, സ്പ്ലിൻറ്റിങ്, ഇങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ടോട്ടൽ ഓഫ് ഒരു 6 to 9 months ഒക്കെ ആകുമ്പോഴേക്കും മസിൽ സ്ട്രെങ്ത് എത്ര ഡെവലപ്പ് ചെയ്തു എന്നുള്ളതൊക്കെ അനുസരിച്ചാണ് ബാക്ക് ടു സ്പോർട്സ് എന്നുള്ള രീതിയിൽ ആ പേഷ്യൻറ്റിനെ നമ്മൾ തിരിച്ച് സ്പോർട്സിലോട്ട് വിടുന്നത്. മുട്ടിലൊരു ഇഞ്ചുറി വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സ്വെല്ലിങ്, പെയിൻ, ഒരു ഗിവിങ് വേ, ഒരു ഇൻസ്റ്റബിലിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഉടനെ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ട് ചെയ്തിട്ട് അതെന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ട രീതിയിൽ ചിലപ്പോൾ അത് ACL ലിഗമെൻ്റ് ആവാം, ചിലപ്പോൾ അത് വേറെ ലിഗമെൻസിനും പരിക്ക് വരാം. അപ്പോൾ അത് എന്താണെന്നുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ACL ലിഗമെൻറ്റ് ഇഞ്ചുറിയെക്കുറിച്ച് കുറച്ച് നോളജ് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.